സമയസൂചിക 2ലേക്ക് അടുക്കുന്നു. എൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. വൈകുന്തോറും അപകടമാണെന്ന തിരിച്ചറിവിൽ ഞാൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന ബാഗും പേഴ്സും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. ഗേറ്റ് പതിയെ തള്ളി തുറന്നതിനു ശേഷം ഞാൻ റോഡിലേക്ക് ഇറങ്ങി നിന്നു. റോഡിൽ ആരെയും കാണുന്നില്ല. വിജനമായ പാതയോരത്തിനരികിലൂടെ അലഞ്ഞു നടക്കുന്ന തെരുവ് നായക്കൂട്ടം പരസ്പരം ആക്രോശിച്ചും ശബ്ദമുണ്ടാക്കിയും ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് കടന്നുപോയി. സമയം അതിക്രമിക്കും തോറും ഞാൻ കൂടുതൽ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു. ദൂരെ നിന്നേ ഒരു കാറിൻ്റെ ശബ്ദം കേട്ടതും ഞാൻ റോഡിലേക്ക് ഇറങ്ങി നിന്നു. ഡ്രൈവറുടെ ശ്രദ്ധ ക്ഷണിക്കാൻ കൈവീശി കാണിച്ചു. അയാൾ എന്നെ കണ്ടതും കാറിൻ്റെ വേഗത കുറച്ച് അടുത്തേക്ക് വന്നു. എങ്ങോട്ടാണ് സാർ? റെയിൽവേ സ്റ്റേഷൻ. 1500 രൂപയാവും. ഓക്കെ, പോകുന്ന വഴിയിൽ ഗാന്ധിനഗറിന് മുന്നിൽ നിർത്തണം. അവിടെ നിന്നും ഒരാൾ കൂടി കയറാനുണ്ട്. ശരി സാർ. ഞാൻ കാറിൽ കയറി ബാഗ് ഒരു വശത്തേക്ക് മാറ്റി വച്ചതിന് ശേഷം ഡോറിൻ്റെ വിൻഡോ താഴ്ത്തി വച്ച് പുറം കാഴ്ചകളിലേക്ക് കൺ തുറന്നു. നഗരം അർദ്ധരാത്രിയുടെ ആലസ്യത്തിലാണ്. തെരുവ് വിളക്കുകളുടെ അരണ്ട വെളിച്ചത്തിന് താഴെ പുതച്ചു മൂടി ഉറങ്ങുന്ന ഒരുപാട് മനുഷ്യരെ പിന്നിട്ടുകൊണ്ട് മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങളുടെ നടുവിലേക്ക് കാർ വളരെ വേഗത്തിൽ സഞ്ചരിച്ചു. ആ ബഹുനില കെട്ടിടത്തിനുള്ളിലെ സൗകര്യങ്ങൾക്ക് നടുവിലും ഉറങ്ങാനാകാതെ രാത്രിയെ തള്ളി നീക്കാൻ കഷ്ടപ്പെടുന്ന നിറയെ മനുഷ്യരുണ്ടാകാം എന്നെപ്പോലെ. 3 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ റാണിയെ വിവാഹം കഴിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് അകന്ന ബന്ധു കൂടിയായ അവളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിച്ചത്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും 2 മനോനിലയിലൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു. ഞങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒരിക്കൽ പോലും സമാന്തരമായിരുന്നില്ല. എന്നിട്ടും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പൊരുത്തപ്പെട്ടും ഞങ്ങൾ ജീവിതം തള്ളി നീക്കി. അതിനിടയിലാണ് കണ്ണൻ്റെ ജനനം. നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്ന അവൾക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ തടഞ്ഞിരുന്നില്ല. നഗരത്തിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ അവൾക്ക് ജോലി വാങ്ങിക്കൊടുത്തു. വൈകുന്നേരം 5 മണി ആകുന്നതിന് മുൻപേ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ശേഷം മാത്രമേ അവൾ വീട്ടിലേക്ക് മടങ്ങി വരുമായിരുന്നുള്ളൂ. അതിനിടയിൽ കണ്ണൻ്റെയും എൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവൾ സമയം കണ്ടെത്തിയിരുന്നില്ല. കണ്ണനെ എന്നും സ്കൂളിൽ ഇറക്കിയതിനു ശേഷം മാത്രമേ ഞാൻ ഓഫീസിൽ പോകുമായിരുന്നുള്ളൂ. ഓഫീസിലെ ഡ്യൂട്ടി നേരത്തെ തീർത്തതിനു ശേഷം അവനെ പിക്ക് ചെയ്യാൻ ഞാൻ എന്നും സ്കൂളിൽ വരുമായിരുന്നു. അങ്ങനെ അവിടെ വച്ചാണ് ഞാൻ മായയെ പരിചയപ്പെടുന്നത്. കണ്ണൻ്റെ ഉറ്റ സുഹൃത്തായ ആദിമോളുടെ അമ്മ. പതിവായുള്ള കുശല അന്വേഷണങ്ങളും കൊച്ചു വർത്തമാനങ്ങളും ഞങ്ങളെ നല്ല സുഹൃത്തുക്കളാക്കി മാറ്റി. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരംഭിച്ചതോടെ ആ ബന്ധം സൗഹൃദവും കടന്ന് മുന്നോട്ട് പോയി. അവളും എന്നെപ്പോലെ ദുഃഖിതയായിരുന്നു. ബിസിനസ്സിൻ്റെ തിരക്കിൽ നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് പറന്നിറങ്ങുന്ന അവളുടെ ഭർത്താവിന് അവളെ ശ്രദ്ധിക്കാനേ സമയമുണ്ടായിരുന്നില്ല. 2-3 ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രം ഒരു വിരുന്നുകാരൻ്റെ ഭാവത്തോടെ വീട്ടിലേക്ക് കയറി വരുന്ന അയാളെ ഒരു ഭർത്താവായി സങ്കല്പിക്കാൻ അവൾക്കും കഴിഞ്ഞിരുന്നില്ല. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 വ്യക്തികൾ. സ്വന്തം പങ്കാളിയിൽ നിന്നും കിട്ടാത്ത സ്നേഹവും കരുതലും ഞങ്ങൾ പരസ്പരം പങ്കുവച്ചപ്പോൾ അത് പതിയെ പ്രണയമായി വളരുകയായിരുന്നു. ഇന്നെനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എൻ്റെ കണ്ണനേക്കാൾ കൂടുതൽ ഞാൻ ഇന്നവളെ സ്നേഹിക്കുന്നു, സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള എൻ്റെ പരിശ്രമങ്ങൾക്ക് മുൻപിൽ ഒന്നും തെറ്റായി തോന്നുന്നില്ല. ചെയ്യുന്നതെല്ലാം ശരികൾ മാത്രമാണ്. കാർ ഗാന്ധിനഗറിലെത്തിയതും ഞാൻ ഡ്രൈവറോട് കാർ ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. അവൾ ഒരു പക്ഷേ എൻ്റെ വരവും പ്രതീക്ഷിച്ച് ബാൽക്കണിയിൽ നോക്കി നിൽക്കുന്നുണ്ടാവും. അവളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി പാർക്കിംഗ് ലൈറ്റ് ഓണാക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. സമയം ഏറെ മുൻപോട്ട് സഞ്ചരിച്ചു. എൻ്റെ മനസ്സിൽ ആദിയേറെ തുടങ്ങി. ട്രെയിൻ പുറപ്പെടാൻ ഇനി 30 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയും അവൾ ഇറങ്ങി വന്നില്ലെങ്കിൽ ഇക്കാലം അത്രയും ഞാൻ നെയ്തുകൂട്ടിയ എൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ അവസാനിക്കും. ഡിസംബറിലെ ആ കൊടും ശൈത്യത്തിന് നടുവിലും എൻ്റെ ശരീരം വിയർക്കാൻ തുടങ്ങി. അസ്വസ്ഥമായ മനസ്സോടെ ആ റോഡിൻ വക്കത്ത് നിന്ന് ഞാൻ ഞെരുപിരികൊണ്ട്. പെട്ടെന്നാണ് എൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. ഞാൻ ആകാംക്ഷപൂർവ്വം അത് തുറന്നു നോക്കിയതും, ഏട്ടാ, ഞാനാണ് റാണി. എനിക്കറിയാം ഏട്ടൻ ഉറങ്ങിക്കാണില്ല. ഇന്നത്തെ ദിവസത്തോടെ ഞാൻ ഈ ജോലി ഉപേക്ഷിക്കും. അതേ ഏട്ടാ, മടുത്തു തുടങ്ങി. എൻ്റെ ഏട്ടനെയും കണ്ണനെയും ശ്രദ്ധിക്കാതെ എത്ര കാലമായി.
ഞാൻ ഈ പ്രൊഫഷന് പിന്നാലെ ചക്രശ്വാസം വലിക്കുന്നു. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ഉത്തമ ഭാര്യയായി ജീവിക്കണം. എൻ്റെ കണ്ണൻ്റെ അമ്മയായി ജീവിക്കണം. പെട്ടെന്നെടുത്ത തീരുമാനമല്ല ഇത്. ഏറെക്കാലത്തെ ആലോചനകൾക്ക് ശേഷം ഞാൻ എടുത്ത ഉറച്ച തീരുമാനമാണ്. ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് വരാം. അവൾ ഫോൺ കട്ട് ചെയ്തതും ഞാൻ അവിശ്വസനീയതയോടെ ആ റോഡിൽ അല്പനേരം നിന്നു. എൻ്റെ ഹൃദയത്തിൽ അവളോട് അല്പം അനുകമ്പ തോന്നി തുടങ്ങിയിരുന്നു. ശരിയാണ്, അവൾക്ക് അല്പം തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനേക്കാളും മകനേക്കാളും അവൾ അവളുടെ പ്രൊഫഷനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ തൻ്റെ കുടുംബജീവിതത്തിന് അതൊരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയതും അവൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചില്ലേ? അത് ക്ഷമിക്കാനും പൊറുക്കാനും സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ഭർത്താവാണ്? അവൾ ചെയ്തതിനേക്കാൾ എത്രയോ മടങ്ങ് ഗുരുതരമായ തെറ്റാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ മനസാക്ഷിക്ക് മുൻപിൽ അവളേക്കാൾ വലിയ അപരാധി ഞാനാണെന്ന് തോന്നി. എൻ്റെ മനസ്സ് വളരെ വേഗത്തിൽ ഉണർന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല. അവളുടെ കൂടെ ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കണം. അതിന് അവൾ വീട്ടിലെത്തുന്നതിന് മുൻപേ എനിക്ക് എത്തിച്ചേരാൻ കഴിയണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ കള്ളങ്ങളെല്ലാം അവൾ അറിയും. അങ്ങനെ സംഭവിച്ചാൽ? ഞാൻ ഡ്രൈവറോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, വേഗമാകട്ടെ. ഉറങ്ങിക്കിടന്നിരുന്ന നഗരവീഥികളിലൂടെ കാർ വളരെ വേഗത്തിൽ സഞ്ചരിച്ചു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾ എത്തുന്നതിനും മിനിറ്റുകൾക്ക് മുൻപേ വീടണയാൻ എനിക്ക് സാധിച്ചു. ഞാൻ ആദ്യം തന്നെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം പുറത്തേക്കെടുത്തു. അലമാരിയിൽ തന്നെ മടക്കി വെച്ചു. പേഴ്സും വാച്ചും ബെഡ്റൂമിലെ ടേബിളിൽ വച്ചതിന് ശേഷം ഉടുത്തിരുന്ന പാൻറ്റും ഷർട്ടും മാറ്റി ഒരു കൈലിയും ടീഷർട്ടുമായി റെഡിയായി നിന്നു. കോളിംഗ് ബെൽ ശബ്ദിച്ചപ്പോൾ ഉറക്കച്ചടവ് അഭിനയിച്ചുകൊണ്ട് വാതിൽ തുറന്ന് ഞാൻ അവളുടെ നേരെ പുഞ്ചിരി നീട്ടി. അവൾ എന്നോട് വിശേഷങ്ങൾ ഓരോന്നും ചോദിച്ചറിഞ്ഞു. പഴയ കുറുമ്പും തമാശയും അവളുടെ സംസാരത്തിൽ വീണ്ടും എനിക്ക് അനുഭവിക്കാനായി. അതെ, ഞാൻ ഏറെ കാണാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ റാണി ഇതാ വീണ്ടും എൻ്റെ കൺമുന്നിൽ. ജീവിതയാത്രയിൽ എന്നു നഷ്ടമായിരുന്ന നല്ല നിമിഷങ്ങൾ ഓരോന്നും വീണ്ടും പുനർജനിച്ചതുപോലെ എനിക്ക് തോന്നിത്തുടങ്ങി. പെട്ടെന്നാണ് എൻ്റെ സന്തോഷത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. മായ. അവൾ ശ്രദ്ധിക്കുന്നതിന് മുൻപേ ഞാൻ ഫോൺ കട്ട് ചെയ്തു. എൻ്റെ മുഖത്ത് അല്പം സ്വാഭാവികത വരുത്താൻ പാടുപെട്ടു. ആരാ ഏട്ടാത്? അത് ഓഫീസിൽ നിന്നാണ്. ഈ നേരത്തോ? ആ അതെ, ക്ലാർക്ക് വിഷ്ണു ആണ്. വിഷ്ണു എന്താണ് മായയുടെ ഫോണിൽ നിന്നും സംസാരിക്കാൻ തുടങ്ങിയത്? ഞാൻ ഒരു നിമിഷം വിറങ്ങലിച്ച് നിന്നു. എല്ലാം അവൾ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ തൊണ്ടുകുഴികൾ വരണ്ടതുപോലെ എനിക്ക് തോന്നി, കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ. എനിക്കെല്ലാം അറിയാൻ ചേട്ടാ. കുറച്ചു മുൻപ് മായ എന്നെ വിളിച്ചിരുന്നു. എൻ്റെ ഭർത്താവ് അവളെയും കാത്ത് അവളുടെ ഫ്ലാറ്റിന് മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. തൻ്റെ മകൾ ആദിയെ ഉപേക്ഷിച്ച് അവൾക്ക് നിങ്ങളുടെ കൂടെ പോരാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. വൈകിയാണത്രേ അവൾക്ക് വിവേകമുണ്ടായത്. ആദ്യം എനിക്കിതൊന്നും വിശ്വസിക്കാൻ സാധിച്ചില്ല. നിങ്ങളോട് വെറുപ്പും അർപ്പം തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ തെറ്റ് എൻ്റെ ഭാഗത്തുണ്ടെന്നും മനസ്സിലായി. ഞാൻ ഒരിക്കലും ഒരു നല്ല ഭാര്യ ആയിരുന്നില്ല. കാരണം ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയിൽ നിന്നും ആഗ്രഹിച്ചതൊന്നും എനിക്ക് തരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇനിയെങ്കിലും ഞാൻ ശ്രമിക്കാം. എൻ്റെ ഏട്ടൻ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഭാര്യയാകാൻ, എൻ്റെ കണ്ണൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു അമ്മയാകാൻ. അവൾ കണ്ടമിടറി എൻ്റെ മുന്നിൽ നിന്നും നടന്നകന്നതും ഞാൻ മറുപടിയില്ലാതെ മുഖം കുനിച്ചു നിന്നു. ജീവിതം പലപ്പോഴും അങ്ങനെയാണല്ലോ. നഷ്ടപ്പെട്ടുവെന്ന് നമ്മൾ കരുതിയതെല്ലാം വെറും തോന്നലുകൾ മാത്രമായിരുന്നുവെന്ന് നമ്മൾ അറിയാൻ തുടങ്ങുമ്പോഴേക്കും പലതും എറിഞ്ഞുടച്ചിട്ടുണ്ടാവും.